പറയാം, എൻ്റെ ഫേസ് ഫുള്ള് പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. അവരെല്ലാവരും എന്നോട് പറയും ഇത്രയും പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ കാരണം എനിക്ക് ആരെയും മുഖത്തോട്ട് പോലും നോക്കി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓറഞ്ച് ഫേസ് മസാജ് ഓയിൽ, അത് ക്ഷീരപാക വിധി പ്രകാരം, ആയുർവേദ വിധി പ്രകാരം എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഫോർമുലേഷൻ ആയിരുന്നു മെയിനായിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കി. ഒരു 6 മാസം ഞാൻ ഉപയോഗിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏകദേശം 1 വർഷം എടുത്തു. കസ്റ്റമർ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഡോക്ടേഴ്സ് ആയിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടേഴ്സ് ആയിരുന്നു. അവർക്ക് കൊടുത്തു. 100-ൽ 99% ആളുകളും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ബ്യൂട്ടി പ്രോഡക്റ്റ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ഐഡിയ ആക്കിക്കൂടാ? വീട്ടിലിരുന്ന് തന്നെ മാസം 3 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ നിർമ്മാണം. നിങ്ങളുടെ ബ്യൂട്ടി പ്രോഡക്റ്റ് ഒരു ബ്രാൻഡാക്കി അത് വിപണിയിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് മാസം 3 അല്ല 30 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെ ഇത് നിർമ്മിക്കാം, എങ്ങനെ ഇത് വിപണിയിൽ എത്തിക്കാം, എങ്ങനെ നിങ്ങളുടെ വസ്തുവിനെ ബ്രാൻഡിംഗ് ചെയ്യാം എന്നിവയെ കുറിച്ചെല്ലാം നമ്മുടെ മെന്റർ ബിന്ദു ഹരികൃഷ്ണ ഫ്രീഡം ആപ്പിലൂടെ നമുക്കത് പറഞ്ഞു തരും. നമസ്കാരം, എൻ്റെ പേര് ബിന്ദു ഹരികൃഷ്ണ. ഞാൻ അറിയപ്പെടുന്നത് ബിന്ദു ബാലചന്ദ്രൻ എന്നാണ് എൻ്റെ റിയൽ നെയിം. പക്ഷെ അറിയപ്പെടുന്നത് ബിന്ദു ഹരികൃഷ്ണ എന്നാണ്. കൃഷ്ണാസ് ഓർഗാനിക് ഹെർബൽ പ്രോഡക്ട്സിൻ്റെ ഓണറാണ്. പ്രോഡക്റ്റ് മേക്കിംഗ് വീഡിയോ ആണ്. ബ്യൂട്ടി പ്രോഡക്റ്റ് നിർമ്മാണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് സ്കിൻ കെയറിന് ആവശ്യമായ വസ്തുക്കളോ മേക്കപ്പ് പ്രോഡക്റ്റോ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അത് എങ്ങനെ വിപണിയിൽ എത്തിക്കാം, എങ്ങനെ ബ്രാൻഡിംഗ് ചെയ്യാം എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ കോഴ്സ് നമ്മളുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടന്നാലോ? കേക്ക് കയ്യിലൊന്നും കഴിക്കാൻ പാടില്ല. സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴുകി കളയാം അപ്പം തന്നെ. ഇപ്പം നമ്മൾ ഓയിലും ലൈയും കൂടെ മിക്സ് ആക്കി. ഓയില് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഹോട്ട് പ്രോസസ് മെത്തേഡാണ്. എല്ലാം ഹോട്ടായിരിക്കണം. 120 ഡിഗ്രിയിലോട്ട് നമ്മൾ ഓയില് കൊണ്ടുവന്ന്
ലൈൻ 110 ഡിഗ്രി ഇതിലൂടെ മിക്സ് ചെയ്തു. ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുക്കാവണം. ഇതിന് ഓട്ടോമാറ്റിക്കലി ഇരുന്ന് കുക്കാവും. അത്രയും ഹീറ്റാണ്. ഇത് വന്ന് 95 ഡിഗ്രി ഉണ്ട്. സൂപ്പർ ഫാറ്റിംഗ് ഓയിലായ ശതകോപഘൃതം ചേർക്കുന്നു 50 ഗ്രാം 1 kg ബാച്ച്. ഡിഗ്രി. ഇപ്പോൾ 96 ഡിഗ്രിയാണിത്. കുക്കായിക്കൊണ്ടിരിക്കുകയാണ് 96 ഡിഗ്രിയിൽ. Again 95 degree. ഇത് അവസാനം ഒരു മാഷ്ഡ് പൊട്ടറ്റോ വന്ന് കാണിക്കും. കുക്കാവുന്ന സമയത്തുള്ള അതിൻ്റെ സൈൻസ് ആണ്, അതിൻ്റെ ലക്ഷണങ്ങളാണ്. ആദ്യം ഒരു മാഷ്ഡ് പൊട്ടറ്റോ പോലെ വരും, പിന്നെ അതൊരു ആപ്പിൾ സോസ് പോലെ ആവും, പിന്നെ വന്നിട്ട് വാസലിൻ പോലെ ഇരിക്കും. അങ്ങനെ ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ഇതിപ്പോൾ ആ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടിറ്റി കൂടി വരും. ഉണ്ടോ, വാസലിൻ പോലെയായി, കുക്കായി കംപ്ലീറ്റ് വാസലിൻ ആ ഒരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ഇത് വരും. ഇത് കോട്ട് പ്രോസസ് സോപ്പ് പോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനൊന്നും ഇതിൽ പറ്റില്ല. കാര്യം ഇത് പെട്ടെന്ന് കട്ടിയാവും. കുക്കായി കഴിഞ്ഞു, സോപ്പ് പ്യുവറായി കഴിഞ്ഞു. Preservative. Correct, 10 ml. 1 kg 10 ml preservative. എന്തിനാ പ്രിസർവേറ്റീവ് സാധാരണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോപ്പിൽ. പക്ഷേ എന്തെങ്കിലും ഒരു റാൻസിഡിറ്റി ഇതിൽ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു
ഓയിലോ മറ്റോ ചീത്തയായി പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സോപ്പ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കുന്നത്. ഇപ്പോൾ ചൂടാണ്, എന്നിട്ടും കൂടെയാണ് പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്. നോർമലി പ്രിസർവേറ്റീവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ ഫ്രാഗ്രൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. 15 ഫ്രാഗ്രൻസ്. നല്ല റോസ് ഫ്രാഗ്രൻസ് ആണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് എസൻഷ്യൽ ഓയിൽ ചേർക്കില്ല. മാസ്ക് ഇടണം കേട്ടോ. ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. എല്ലാവരും ഒരു മാസ്കും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പം സോഡിയം ലാക്ടേറ്റ് ചേർക്കുന്നുണ്ട്. സോപ്പ് ഹാർഡ് ആവാനായിട്ടാണ്, സോപ്പിൻ്റെ ഹാർഡനിങ്ങിനാണ്. അപകടങ്ങൾ തരണം ചെയ്തു. ഇത് ബാക്കി വന്ന സോപ്പാണ്. അതിൽ ഫിറ്റായി ഇതിൽ ബാക്കി കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ്, അത് ലൂസാക്കി എടുത്തതാ.
ഇഞ്ചി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിതിങ്ങനെ എൻ്റെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇപ്പൊ ഒരുമാതിരി ഇറഗുലർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഈ സോപ്പുകൾ രണ്ടും, ഇത് ഹോട്ട് പ്രോസസ് സോപ്പാണ്. 2 ആഴ്ച കൊണ്ടാണ് ക്യൂർ ആവുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുളിക്കാൻ യൂസ് ചെയ്യാം. ഇത് നാളെ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇത് പെട്ടെന്ന് കട്ടിയാവും. അതിന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. സാക്കോണിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇതുപോലെ ആവും ഈ നിറം. ഇതാണ് ഹോട്ട് പ്രോസസ് സോപ്പ് നമ്മുടെ. പക്ഷേ ഇതൊരിക്കലും നമുക്ക് ഡിസൈൻ ചെയ്യാനോ ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഹോട്ട് പ്രോസസ് സോപ്പിലെ ഡിസൈനിങ് ഹോട്ട് പ്രോസസ് സോപ്പിന് പറ്റും. ഹോട്ട് പ്രോസസ് സോപ്പിൽ ഒഴിച്ച് എടുക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഇതിപ്പോൾ തന്നെ ഇത്തിരി ഫ്ലുവൻ്റ് ആയിട്ട് ഇത് വീണത് തന്നെ കുറച്ച് പാലൊക്കെ ഒഴിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം എടുക്കുന്ന വാട്ടർ തന്നെയാണ് വാട്ടർ എടുക്കുന്ന സ്ഥലത്താണ് ഞാൻ പാലെടുക്കുന്നത്. അപ്പം അതിൻ്റെ 4 ഇരട്ടി വരെ നമുക്ക് എടുക്കാമെന്നാണ് വാട്ടർ എടുക്കാൻ. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അളവിൻ്റെ 4 ഇരട്ടി വരെ എടുക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു 200 ml 300 ml വരെ എടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാനൊരു 250 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് അവസാനത്തെ സോപ്പ്. ഇങ്ങനെ ആവും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇത്ര കട്ടി, നല്ല കട്ടിയായിരിക്കും. എങ്ങനെയാണ് ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇതെങ്ങനെ വിപണിയിൽ എത്തിക്കാം, എങ്ങനെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യാം, നമ്മളുടെ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ കവർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ കോഴ്സ് നമ്മളുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.